പത്തരമാറ്റിൻ്റെ പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ജാനകിയെ കാണാതെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ മുത്തശ്ശിയും ദേവയാനിയും. അപ്പോഴാണ് നന്ദു ജാനകിയുമായി വീട്ടിലേക്ക് കയറി വരുന്നത്. ജാനകി, നീ എവിടെയായിരുന്നു? അമ്പലത്തിലേക്കെന്ന് പറഞ്ഞ് പോയതല്ലേ? ഇത്ര നേരം എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതെ, നിന്നെ കാണാതെ ഞങ്ങൾ വിഷമിച്ചിരിക്കുകയായിരുന്നു. എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിനക്കൊന്ന് വിളിച്ചു പറഞ്ഞുകൂടെ ജാനകി? വീട്ടിലുള്ളവർ വിഷമിക്കുന്നറിയില്ലേ എന്ന് മുത്തശ്ശിയും പറയുകയാണ് കേട്ടോ. അപ്പോൾ ജാനകി പറയും, അമ്മേ, ഞാൻ അമ്പലത്തിലൊന്നും പോയില്ല. ആ അവന്തിക, അവളെ ആരും വിശ്വസിക്കരുത്, വഞ്ചകി. മുത്തശ്ശിയും ദേവയാനിയും മുഖത്തോട് മുഖം നോക്കുകയാണ് കേട്ടോ. എന്താ ജാനകി നീ പറയുന്നത്? അവന്തിക മോളുടെയും അനിയുടെയും നിശ്ചയം നാളെ നടക്കാനിരിക്കുകയല്ലേ? അതെ, അതിനു മുമ്പ് അവളെക്കുറിച്ച് എനിക്ക് അറിയാൻ കഴിഞ്ഞത് എൻ്റെയും മോൻ്റെയും ഭാഗ്യമാണ്. അനാമികയേക്കാൾ രാക്ഷസിയാണ് അവന്തിക. അമ്മയ്ക്കറിയോ, ഏട്ടത്തിയോട് അമ്പലത്തിൽ പോവാണെന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് പോയ ഞാൻ കണ്ടത് അനിയുടെ റൂമിലെ അലമാരിയിൽ നിന്നും നയനമോൾ വരച്ച് നൽകിയ ഡിസൈനില്ലേ, ആ ഫയൽ ഇവൾ എടുക്കുന്നതാ. എന്തിനാ നിനക്കതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറയുക, ഞാനൊന്ന് നോക്കാനെടുത്തതാണെന്ന്. അനിയോട് ചോദിച്ചിട്ട് എടുത്താൽ പോരെ എന്ന് ഞാൻ അവളോട് ചോദിച്ചു. എന്നിട്ട് തിരിഞ്ഞില്ല, അവൾ എൻ്റെ തലയ്ക്കടിച്ചു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല അമ്മേ എന്ന് ജാനകി പറയുകയാണ് കേട്ടോ. അയ്യോ, എന്തേ ഈ കേൾക്കുന്നത്? അതിന് അവളെന്തിനാ നിന്റെ തലക്കടിച്ചത്? അത് മനസ്സിലായില്ലേ മുത്തശ്ശി? നാളെ നടക്കാനിരിക്കുന്ന കോമ്പറ്റീഷനിൽ ആ ഫയൽ എത്തരുത്, അതിനാണ് അവന്തിക ആ ഫയൽ എടുത്തത്. അല്ലെങ്കിൽ നോക്കാൻ വേണ്ടിയാണെങ്കിൽ ആൻറ്റിയുടെ തലക്കടിക്കേണ്ട കാര്യമുണ്ടോ? ഇത് കേട്ട് രണ്ടുപേരും അമ്പരന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് മുത്തശ്ശൻ അങ്ങോട്ട് ചെല്ലുന്നത്. മുത്തശ്ശനോട് കാര്യങ്ങളെല്ലാം പറയുകയാണ് കേട്ടോ. അങ്ങനെയെങ്കിൽ നാഗേന്ദ്രനുമായി അവൾക്ക് ബന്ധമുണ്ട്. അച്ഛനല്ലേ, എവിടെയെങ്കിലും വെച്ച് ഇവർ കണ്ടു കാണും. വെറുതെയല്ല അവൾ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറിയത്. അവൾക്ക് നമ്മുടെ എല്ലാം സ്നേഹം പിടിച്ചു വാങ്ങണമായിരുന്നു. അപ്പോൾ പിന്നെ അനിയെ എന്തിനാ അവൾ വിവാഹം കഴിക്കുന്നത് എന്ന് മുത്തശ്ശി ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ പറയും, എടോ, അനി മൂർത്തീസ് ജ്വല്ലറിയുടെ MD അല്ലേ? അവൾ അത് കണ്ടിട്ടാ അവനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. അവൻ്റെ സ്വത്ത് മാത്രമേ അവൾക്ക് വേണ്ടതുള്ളൂ. ഈശ്വര, രക്ഷപ്പെട്ടു. കല്യാണം കഴിഞ്ഞായിരുന്നു ഇതറിഞ്ഞിരുന്നെങ്കിലോ അവളെൻ്റെ മോനെയും കൊന്നേനെ എന്ന് ജാനകി പറയുകയാണ് കേട്ടോ. നന്ദുമോളെ, നീ എങ്ങനെ അറിഞ്ഞു എന്ന് മുത്തശ്ശൻ ചോദിക്കുകയാണ് കേട്ടോ. ഒരു അൺനോൺ നമ്പറിൽ നിന്നുമാണ് എനിക്ക് മെസ്സേജ് വന്നത്. ആൻറ്റിയെ തലയ്ക്കടിച്ച് ഒരു വാനിൽ കയറ്റി കൊണ്ടുപോകുന്നു, ഉടനെ വന്നാൽ രക്ഷിക്കാം എന്നായിരുന്നു ആ മെസ്സേജ്. ആദർശേട്ടനും ഒരു അൺനോൺ നമ്പറിൽ നിന്നും ഇതുപോലെ തന്നെ പല മെസ്സേജുകളും വന്നിട്ടുണ്ട്. അതെല്ലാം കറക്റ്റുമായിരുന്നു മുത്തശ്ശ എന്ന് നന്ദു പറയുകയാണ് കേട്ടോ. എന്തായാലും മോള് വന്നതുകൊണ്ട് ജാനകിയുടെ ജീവൻ തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞ് നന്ദുവിനോട് മുത്തശ്ശൻ നന്ദി പറയുകയാണ് കേട്ടോ. ജാനകിക്കാണെങ്കിൽ ഒന്നും പറയാനാവാതെ തലയും താഴ്ത്തിയിരിക്കുകയാണ്. ശരി മുത്തശ്ശ, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് നന്ദു അവിടെ നിന്നും പോകൂട്ടോ. അപ്പോഴും മുത്തശ്ശന് ഡൗട്ട് മാറിയിട്ടില്ല കേട്ടോ. വീട്ടിൽ നടന്ന സംഭവം അത് നന്ദുവിനെ അറിയിക്കണമെങ്കിൽ വീട്ടിനകത്തുള്ള ആരോ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. ഇനി ആദർശ് ആരെയെങ്കിലും നിയോഗിച്ചിട്ടുണ്ടോ എന്നൊക്കെ മുത്തശ്ശൻ ആലോചിക്കുകയാണ്. മിടുക്കന എൻ്റെ കൊച്ചുമോൻ എന്നയാൾ സ്വയം പറയുകയാണ് കേട്ടോ. ഇതേ സമയം നവ്യ ഈ ഗുണ്ടകളുടെ പുറകെ പോവുകയാണ് കേട്ടോ. അവർ നാഗേന്ദ്രനെ ചെന്നാണ് കേട്ടോ കാണുന്നത്. നാഗേന്ദ്രനെ കാണുമ്പോൾ നവ്യയ്ക്ക് മനസ്സിലാവുന്നില്ല. അവൾ വേഗം തന്നെ മൊബൈലിൽ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് കൂട്ടുകാരത്തിക്ക് അയച്ചിട്ട് പറയും, എടി, ഇത് ആദർശേട്ടനെ ഇട്ടുകൊടുക്കണം. എല്ലാത്തിനും പിന്നിൽ ഇയാളാകാനാണ് ചാൻസ്. ഞാൻ ഇയാളെ AM ജ്വല്ലറിയിലോ ഡേവിഡിനൊപ്പമോ കണ്ടിട്ടില്ല. ആദ്യമായാണ് ഇയാളെ കാണുന്നത്. അവന്തിക അമ്മായിയുടെ തലയ്ക്കടിച്ചതും അവൾ ഫോൺ ചെയ്ത ഉടനെ ഇവരെത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്തികയ്ക്ക് ഇയാളുമായി ബന്ധമുണ്ട്. അപ്പോൾ ഇവൾ എല്ലാവരെയും ചതിക്കുകയായിരുന്നല്ലേ. എന്തായാലും അനി രക്ഷപ്പെട്ടു. അമ്മയെയും അബിയെയും പോലെ തന്നെയാ അവളും. അവൾ എങ്ങോട്ട് പോയതാണെന്നറിയില്ല. ഇനി എന്തായാലും ഇങ്ങോട്ട് അവൾ വരില്ല. നീ എന്തായാലും അത് ആദർശേട്ടനെ അഴക്ക്. അപ്പോൾ നവ്യ ആലോചിക്കുകയാണ് കേട്ടോ. അവന്തികയ്ക്ക് ഇയാളുമായി ബന്ധമുണ്ടെങ്കിൽ അബിക്ക് ഇയാളുമായി ബന്ധം കാണും. നീ ഇവർ 3 പേരും എല്ലാവരെയും പറ്റിക്കുകയാണോ? 3 പേരും ചേർന്നുള്ള ഒത്തുകളി തന്നെയായിരിക്കും. എടാ അബി, നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. ഇനി നിന്റെയൊക്കെ പിന്നിൽ എന്നും ഞാനുണ്ടാകുമടാ. അങ്ങനെ നന്ദുവിൻ്റെയും അനിയുടെയും നിശ്ചയം മുടങ്ങുകയാണ് കേട്ടോ. നന്ദു പലതവണ അനിയെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ അനി ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നീട് മുത്തശ്ശനോട് പറയുകയാണ്, അതെ, എനിക്ക് ഈ നിശ്ചയത്തിന് താല്പര്യമില്ലായിരുന്നല്ലേ, അത് അതുപോലെ തന്നെ ഒത്തു. എനിക്ക് തോന്നുന്നത് അവനെ നന്ദുവിനെ ഇപ്പോഴും ഇഷ്ടമാണെന്ന്. അതായിരിക്കും മോൻ അവന്തികയുമായുള്ള വിവാഹം വേണ്ടെന്ന് പറഞ്ഞത്. അല്ലെങ്കിലും അവന് നന്ദുവിനെ ഇഷ്ടമാടും. തിരിച്ചും അങ്ങനെ തന്നെയാ. എനിക്കും അവർ വിവാഹം കഴിച്ച് കാണണമെന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷേ കനകയ്ക്കും ഗോവിന്ദനും ഇഷ്ടമല്ലല്ലോ. നമ്മൾ അവർക്ക് വാക്ക് കൊടുത്തല്ലേ. അതുകൊണ്ടാണ് അനി എതിർത്തിട്ടും ഈ ചടങ്ങ് ഞാൻ ചെയ്യാൻ വാശി പിടിച്ചത്. അവന്തികയും അബിയെപ്പോലെ തന്നെയാണ്. ഇപ്പോഴെങ്കിലും അറിയാൻ കഴിഞ്ഞത് നമ്മുടെ ഭാഗ്യമാണ്. അല്ല, കനകയ്ക്ക് ജാനകിക്ക് ഇത് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ അവളുടെ കാര്യത്തിൽ സമ്മതിക്കാത്തത്. ഇനിയിപ്പോൾ ജാനകിക്ക് സമ്മതക്കുറവ് ഇല്ലെങ്കിലോ?
ആ എന്തായാലും നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം, കുറച്ച് കഴിയട്ടോ എന്ന് പറയുകയാണ് മുത്തശ്ശി. പിന്നീട് ആദർശിന്റെ ഫോണിലേക്ക് നവ്യയുടെ കൂട്ടുകാരി ആ വീഡിയോ അയക്കുകയാണ് കേട്ടോ. ദേ നയനി നോക്കി, ആ അൺനോൺ നമ്പറിൽ നിന്നും വന്നതാ എന്ന് പറഞ്ഞ് നയനിയെ ആദർശ് ആ വീഡിയോ കാണിക്കുകയാണ്. ലൊക്കേഷനും മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണ് കേട്ടോ. ഉടൻ തന്നെ ആദർശ് നന്ദുവിനെ വിളിച്ചിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറയുകയാണ്. ആദർശം ഉടൻ തന്നെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ ആദർശ ജനലിലൂടെ നാഗേന്ദ്രനെയും ഡേവിഡിനെയും അതുപോലെ അഭിയും അവന്തികയും എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ. ഉടനെ തന്നെ അവൻ അവരുടെ വീഡിയോ എടുക്കുകയാണ്. ആദർശ് വേഗം അങ്ങോട്ട് കയറി ചെല്ലുകയാണ് കേട്ടോ. ആദർശിനെ കണ്ട അവർ ഞെട്ടുകയാണ്. എന്നിട്ട് നാഗേന്ദ്രനോട് പറയും, നിങ്ങൾ അന്നത്തെ വൈരാഗ്യം കൊണ്ടാണ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നതെങ്കിൽ നാഗേന്ദ്രൻ നിങ്ങൾക്ക് തെറ്റി, ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് ആദർശ് പറയുകയാണ് കേട്ടോ. മുത്തച്ഛൻ പറഞ്ഞുവിട്ട ആരെങ്കിലും ആയിരിക്കും ഇതിന് പിന്നിലെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു, പക്ഷെ അത് നിങ്ങളായിരിക്കുമെന്ന് ഒരിക്കലും കരുതിയില്ല. നിനക്ക് ഓർമ്മ കാണില്ല ആദർശേ, ആ ഓഫീസിലെ എല്ലാവരുടെ മുമ്പിൽ വെച്ചാണ് നിന്റെ മുത്തച്ഛൻ എന്നെ പറഞ്ഞു വിട്ടത്, ആട്ടി ഓടിച്ചതാണ്. അത് ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് നാഗേന്ദ്രൻ പറയുകയാണ്. വെറുതെ അല്ലല്ലോ, കള്ളത്തരം കാണിച്ചിട്ടല്ലേ. പിന്നെ താൻ കൂടെ കൂട്ടിയ തൻ്റെ ഈ മകനില്ലേ അബി, അതുപോലെ തന്നെ ഇവളും അവന്തികയെ പറയുകയാട്ടോ. തന്നെയും കൊന്നിട്ട് തൻ്റെ സ്വത്തെല്ലാം അടിച്ചു മാറ്റിയേനെ. അനിയെ വിവാഹം കഴിക്കാനായിട്ട് ഇവൾക്ക് ഒറ്റ കാരണമേ ഉള്ളൂ, മൂർത്തീസ് ജ്വല്ലറിയുടെ MD എന്ന സ്ഥാനം കൊണ്ട് മാത്രമാണ്. പിന്നെ അമ്മയും അച്ഛനും അങ്ങനെയാണെങ്കിൽ മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ അവന്തികയെ നോക്കി പറയും, എന്തായാലും നിന്റെ പെർഫോമൻസ് സൂപ്പറായിരുന്നു, പക്ഷേ അച്ഛനും മക്കളും ഒരു കാര്യം ആലോചിച്ചില്ല. സത്യം അതൊരിക്കലും മൂടി വെക്കാൻ പറ്റില്ല. ആ മുഖം മൂടി വലിച്ചെറിഞ്ഞ് എന്നെങ്കിലും അതിന് പുറത്തു വന്നേ പറ്റൂ. അപ്പോഴേക്കും നന്ദു പോലീസുകാരുമായി അങ്ങോട്ടെത്തുകയാട്ടോ. പോലീസിനെ കണ്ടതും നാഗേന്ദ്രൻ ഓടി ഒളിക്കുകയാട്ടോ. എന്നിട്ട് ഒളിച്ചു നിന്ന് അയാൾ ഡേവിഡിനെ വെടിവെച്ച് കൊന്നുകളയും. പക്ഷേ പോലീസുകാർ എത്ര നോക്കിയിട്ടും അയാളെ പിടികൂടാൻ പറ്റിയില്ല. പിന്നീട് അബി അനന്തപുരിയിലേക്ക് ചെല്ലുകയാട്ടോ. നിക്കടാ അവിടെ, എന്തിനാ നീ ഇങ്ങോട്ട് വന്നത് എന്ന് മുത്തച്ഛൻ ചോദിക്കുകയാണ്. അവനൊന്നും മിണ്ടാതെ തല താഴ്ത്തി നിൽക്കുകയാട്ടോ. നീ എന്തൊക്കെ തെറ്റ് ചെയ്താലും ഇവിടെ എല്ലാവരും ക്ഷമിക്കുമെന്ന് കരുതിയാണ് നീ ഇങ്ങോട്ട് വന്നെങ്കിൽ നിനക്ക് ഇപ്പോൾ പോകാം ഇവിടെ നിന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കണ്ട് ജലജ കരയുകയാണ് കേട്ടോ. അച്ഛാ, എൻ്റെ മോനെ പറഞ്ഞു വിടരുത്, അവൻ എവിടെ പോകാനാ? എവിടെയെങ്കിലും പോട്ടെ, അവൻ ആരെയും പറ്റിച്ച് ജീവിച്ചോളുമല്ലോ. കൂടെ പോകണമെന്നുണ്ടെങ്കിൽ നിനക്കും പോകാം എന്ന് ജലജയോട് പറയാട്ടോ. അപ്പോൾ ജലജ ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കും. പക്ഷെ സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല, അവന്തിക പോകുന്നത് കണ്ട് അവളുടെ പുറകെ ഞാൻ പോയതാണ്, മിണ്ടരുത് നീ, ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞിട്ട് ആട്ടി ഓടിക്കുകയാണ് കേട്ടോ മുത്തശ്ശൻ അവിടെ നിന്ന്. ചെല്ലടി, നിന്റെ ഭർത്താവും മക്കളുമായിട്ട് നീ എവിടെയെങ്കിലും പോയി ജീവിച്ചോ? ഭർത്താവോ? ജലജ ഞെട്ടുകയാണ് കേട്ടോ. ഇവരാരും ജലജയുടെ നാഗേന്ദ്രനെ കണ്ട കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. എടാ, എന്തൊക്കെയാടാ ഈ കേൾക്കുന്നത് എന്ന് പറഞ്ഞ് അബിയോട് ജലജ ചോദിക്കുകയാണ് കേട്ടോ. അതേ അമ്മേ, അവന്തികയ്ക്ക് അച്ഛനുമായിട്ട് ബന്ധമുണ്ട്, ഞാൻ ഇന്ന് ചെന്നപ്പോഴാണ് കണ്ടത് എന്ന് അബി പറയുകയാണ്. മുത്തച്ഛ, എന്നെ സത്യമാണ് പറയുന്നത്, എനിക്ക് അച്ഛനുമായി യാതൊരു ബന്ധമില്ല, ഇന്ന് ഞാൻ കണ്ടതാണ്. ഇല്ല മുത്തച്ഛ, അവൻ കള്ളമാണ് പറയുന്നത്, ഞാൻ പറയാം സത്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് നവ്യ അങ്ങോട്ട് ചെല്ലുകയാണ് കേട്ടോ. എല്ലാവരും നെട്ടിത്തെരിച്ച് നവ്യയെ നോക്കുകയാണ് കേട്ടോ. മുത്തശ്ശ, ഇവനെ AM ജ്വല്ലറിയുടെ മാനേജറാക്കിയത് അവൻ്റെ അച്ഛൻ തന്നെയാണ്, അതവനിക്കറിയാം. എനിക്കും അവിടെ ഒരു മോഡലിൻ്റെ പോസ്റ്റ് തന്നതും ഇവൻ്റെ അച്ഛനായിരുന്നു. ഇവനും അവന്തികയും നമ്മളെ പറ്റിക്കുകയായിരുന്നു. നവ്യ, നീ എന്തൊക്കെയായി പറയുന്നത് എന്ന് അബി ചോദിക്കുകയാണ്. മിണ്ടരുത് നീ, ചന്തുമോളുടെ അച്ഛൻ നീയാണെന്ന് ഞാൻ അറിഞ്ഞു. അമ്മ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ DNA ടെസ്റ്റ് ചെയ്തിരുന്നു. ഒരെണ്ണം ഡേവിഡ് സാറിൻ്റെ കയ്യിലും ഒരെണ്ണം എൻ്റെ കൂട്ടുകാരിയുടെ കയ്യിലുമാണ് ഞാൻ കൊടുത്തത്. പക്ഷേ ഡേവിഡ് അയാളെന്നെ പറ്റിച്ചു, നീയല്ല ചന്തുമോളുടെ അച്ഛൻ എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ കൂട്ടുകാരി കൃത്യമായ വിവരം എനിക്ക് നൽകിയിരുന്നു. നീ എവിടം വരെ പോകുമെന്ന് എനിക്കറിയണമായിരുന്നു, അതിനാണ് ഞാൻ കാത്തു നിന്നത്. ജ്വല്ലറിയിലെ എല്ലാ വിവരങ്ങളും ചോർത്തി കൊടുത്തത് ഞാനാണ്. ആദർശേട്ടൻ അൺനോൺ നമ്പർ വരുന്നത് എൻ്റെ കൂട്ടുകാരിയിൽ നിന്നായിരുന്നു. നീയും നിൻ്റെ അമ്മയും ചേർന്ന് എന്നെ ചതിച്ചില്ലേ, അതിന് ഞാൻ പകരം വീട്ടിയതാണ്. അവയെ സത്യങ്ങൾ അറിഞ്ഞത് കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവുകയാണ് കേട്ടോ. എല്ലാം അറിഞ്ഞ് ചാവാനൊരുങ്ങിയത് തന്നെ, പക്ഷേ ഞാനല്ല ചാകേണ്ടത്, നീയാണ് ചാകേണ്ടതെന്ന് പറയുകയാണ് കേട്ടോ. നിന്നെ ഞാൻ കൊല്ലുമടാ എന്ന് പറഞ്ഞ് നവ്യ അബിയുടെ കഴുത്തിന് പിടിക്കുകയാണ് കേട്ടോ. എല്ലാവരും ഓടിച്ചെന്ന് അവളെ പിടിച്ചു മാറ്റുകയാണ്. മുത്തച്ഛൻ നവ്യയോട് പറയും, ഈ കഥയില്ലാത്ത ചതിയന് വേണ്ടിയിട്ട് നീ എന്തിനാ മോളെ നിന്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നത്? ഇവനെ കൊന്നിട്ട് നിനക്ക് ജയിലിൽ പോയി കിടക്കാനാണോ? നിനക്കും നിന്റെ മോനും ഇവിടെ ഒരു കുറവും ഉണ്ടാവില്ല, നിങ്ങൾ ഇവിടെ തന്നെ ജീവിക്കും എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ നവ്യ പൊട്ടിക്കരയുകയാണ്. പത്തരമാറ്റിലെ വേറെ ലാംഗ്വേജിലെ കഥ തന്നെയാണ് കേട്ടോ പറയുന്നത്. ഒടുവിൽ മുത്തച്ഛൻ അബിയെ പുറത്താക്കുകയാണ് കേട്ടോ. അബി ഉടൻ തന്നെ നാഗേന്ദ്രനെ വിളിക്കുകയാണ്. നാഗേന്ദ്രൻ ഇന്നെടുത്തുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ട് പോകും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇതിൽ നൽകാവുന്നതാണ്. താങ്ക്